ഞങ്ങളുടെ രാജ്യത്തിന് ഒരിറ്റ് വെള്ളമെങ്കിലും തരാനുള്ള കനിവുണ്ടാകണം. വീണ്ടും ഇന്ത്യയുടെ മുന്നിൽ തല കുമ്പിട്ട് യാചിച്ചു പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിനെ ഒന്നുകൂടെ പുനർപരിശോധിക്കണം എന്നാണിപ്പോൾ പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടെ തന്നെ ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ എല്ലാ ഗേറ്റുകളും അടച്ചിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് ലഭിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഇന്ത്യ അത്തരമൊരു നടപടി സ്വീകരിച്ചതും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും. പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അതൊരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതോടുകൂടെ തന്നെ പാകിസ്ഥാനിന്മേൽ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ പാകിസ്ഥാന് എത്ര അഭ്യർത്ഥന നടത്തി കാലു പിടിച്ചാൽ പോലും കരാർ പുനർപരിശോധിക്കാൻ ഇന്ത്യ തയ്യാറാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. തീരുമാനം പുനർപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിയായ സായിദ് അലി മുർദാസ് ഇന്ത്യയുടെ ജലവിഭവ മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തെഴുതിയതായാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നും കത്തിലുണ്ട്. കരാർ മരവിപ്പിച്ച തീരുമാനം രാജ്യത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഇന്ത്യക്ക് അയച്ച കത്തിൽ പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പഹൽഗാമിലുണ്ടായി 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെ ഏപ്രിൽ 23-നായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നതും. 1960-ൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ നടപ്പിലാക്കിയ കരാറായിരുന്നു ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നവരെ കരാർ മരവിപ്പിക്കുമെന്നതായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജലം പങ്കിടാനായി നിലവിലുള്ള കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഭീകരവാദവും സിന്ധു നദീജലം പങ്കിടൽ കരാറും ഒരുമിച്ച് പോകില്ല എന്നതാണ് ഇന്ത്യയുടെ നയം. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങളാണ് കരാർ മരവിപ്പിച്ചതിന് കാരണമായി പറയുന്നതും. പാകിസ്ഥാൻ ഭീകരത തുടരുന്ന കാലത്തോളം തന്നെ കരാർ മരവിപ്പിച്ചു നിർത്തും. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യയുടെ സിന്ധൂർ ഓപ്പറേഷന് ശേഷം ആദ്യമായി തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചുറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19-നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത്. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമായിരുന്നു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത്. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത്. 1948-ൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ല എന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നത്. പിന്നാലെ വർഷങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കുകയാണ് ചെയ്തത്. ഒടുവിൽ 1960-ൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും ചേർന്നുകൊണ്ട് കരാറിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തതും. സിന്ധു നദീതടത്തിലെ 6 പ്രധാന നദികളെ വിഭജിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഉടമ്പടി നിലവിൽ വന്നതും. കിഴക്കൻ നദികളായ രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ് ജലം തുടങ്ങിയ നദികളിലെ ജലത്തിന്റെ അവകാശം പാകിസ്ഥാനും നൽകി കൊടുക്കുകയായിരുന്നു എന്നതായിരുന്നു ഉടമ്പടി വന്നതും. കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് തോന്നുമെങ്കിൽ പോലും ഇതിലെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാനാണ്. മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യയും ബാക്കി വരുന്ന ജലപ്രവാഹത്തിന്റെ 80% പാകിസ്ഥാനാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യയിലെ കൃഷിക്ക് വേണ്ടി ഈ നദികളിലെ ജലം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാതിരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്സിനെ, അതായത് കൃഷിയെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.